ചുഴലിക്കാറ്റടക്കമുള്ള ദുരന്തങ്ങൾ നേരിടാൻ തീരദേശ ജനതയെ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ പൊന്നാനി താനൂർ ഫിഷിംഗ് ഹാർബറുകളിൽ മോക്ക് ഡ്രിൽ നടന്നു. താനൂർ ഒട്ടുംപുറം ഫാറൂഖ് പള്ളിക്ക് സമീപത്ത് സംഘടിപ്പിച്ച മോക്ക് ഡ്രിൽ പരിശീലനത്തിൽ രാവിലെ 8 ജില്ലാ ആസ്ഥാനത്തെ കൺട്രോൾ റൂമിൽ നിന്ന് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് നൽകി. മുന്നറിയിപ്പ് പോലീസ്, ഫയർഫോഴ്സ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, റവന്യൂ വിഭാഗങ്ങൾക്ക് കൈമാറി. 8:45 മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ പരിസരവാസികളെ താനൂർ ഫിഷറീസ് സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. 10 മണിയോടെ ചുഴലിക്കാറ്റ് തീരത്തെത്തുമെന്ന മുന്നറിയിപ്പ് നൽകി. 2 യൂണിറ്റ് അഗ്നിരക്ഷാ സേനാ പ്രവർത്തകരുടെ സംഘം തീരദേശത്തെത്തി. ഫയർ ടീം സ്റ്റേജിംഗ് ഏരിയയും ഇൻസിഡന്റ് കമാൻഡ് പോസ്റ്റും സജ്ജീകരിച്ചു. കടൽ കാണാൻ വന്നവരായും മറ്റും അപകടത്തിൽപ്പെട്ട 16 പേരെ എമർജൻസി ഫസ്റ്റ് എയ്ഡ് ക്യാമ്പിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ വൈദ്യസഹായം ആവശ്യമുള്ള 8 പേരെ താനൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് മാറ്റി. ദുരന്ത നിവാരണ വകുപ്പ്, ഫയർഫോഴ്സ്, പോലീസ്, റവന്യൂ, ആരോഗ്യം, ഫിഷറീസ് തുടങ്ങിയ വിവിധ വകുപ്പുകളും മുനിസിപ്പാലിറ്റി അധികൃതരും സമയോചിതമായി ഇടപെട്ടുകൊണ്ടാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. മോക്ക് ഡ്രിൽ പരിശീലനത്തിന് തഹസിൽദാർ CK ആഷിഖ് ഇൻസിഡന്റ് കമാൻഡറായി. റവന്യൂ വകുപ്പിൽ നിന്ന് ഡെപ്യൂട്ടി തഹസിൽദാർ MM ഷജീല, താനൂർ വില്ലേജ് ഓഫീസർ രവീന്ദ്രൻ, പരിയാപുരം വില്ലേജ് ഓഫീസർ രജിത, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് MVI KM അസൈനാർ, AMVI അബ്ദുൽ കരീം ചാലിൽ, താനൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നിന്നും മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ ഷാംജിദ, മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ശ്രീജേഷ് ലാൽ, ഡോക്ടർ ഫെബിൻ, താനൂർ DYSP P പ്രമോദ്, മലപ്പുറം സ്റ്റേഷൻ ഓഫീസർ EK അബ്ദുൽ സലീം, താനൂർ നഗരസഭ ചെയർമാൻ റഷീദ് മൗര്യ, ഫയർ ആൻഡ് റെസ്ക്യൂ താനൂർ സ്റ്റേഷൻ ഓഫീസർ രാജേന്ദ്രനാഥ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP അലി അക്ബർ എന്നിവർ മോക്ക് ഡ്രില്ലിന് നേതൃത്വം നൽകി. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.